ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഡിയേഴ്സ്, ഇവളുടെ കൂടെ ഞാനും ഉണ്ട് ഗൈസ്. എന്തായാലും ഒരു വഴിക്ക് പോകല, അപ്പൊ ഞാൻ വിചാരിച്ചു ശിവനെയും കൂടി ഇങ്ങോട്ട് കൂടെ കൂട്ടാന്നാ. എന്ത് ചെയ്യാനാ, ഇവക്ക് ഞാനുണ്ടെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. വീട്ടിൽ നിന്ന് ആദ്യം ഞങ്ങൾ ഓട്ടോയിൽ കയറി ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറി ഗൈസ്. അങ്ങനെ ഫൈനലി ട്രിപ്പ് ടു തൃശ്ശൂർ. അയ്യോ, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഐ ഹാവ് ഗോട്ട് മൈ മം വിത്ത് മീ. എന്റെ അമ്മ അവിടെ ഉണ്ട് കേട്ടോ എന്റെ കൂടെ. എനിക്ക് ഇവളെ കൊണ്ട് ഞാൻ തോറ്റുപോലെ എപ്പോഴും ഇങ്ങനെ ഗൈസ്, ഇവളെല്ലാം മറന്നു. KSRTC ബസ്സിലെ സൈഡ് സീറ്റീസ് വേറെ ലെവൽ. പറഞ്ഞത് ശരിയാണ് ഗൈസ്, കാരണം നമ്മൾ സൈഡ് സീറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ്. അങ്ങനെ ഫൈനലി വി ഗോ ഡൗൺ അറ്റ് റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ എനിക്ക് തോന്നി ടു ടാപ്പ് സംതിങ് ടു ഈറ്റ്, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്നിട്ട് നമുക്ക് ട്രെയിൻ കയറാം. അതെ ഗൈസ്, നമ്മൾ വിശന്നാ നമ്മൾ നന്നായിട്ട് നമ്മൾ കഴിക്കണം. പക്ഷെ ഇവളെ പോലെ ഒരു കോഫി മാത്രം കുടിച്ചിട്ട് കഴിക്കാന്ന് പറയരുത്. അത് വേറൊന്നുമില്ലടോ, എനിക്ക് കഴിക്കാന്ന് പറഞ്ഞ് കയറിയിട്ട് പിന്നെ എനിക്ക് ഇത് കണ്ടിട്ടൊന്നും കഴിക്കാൻ തോന്നില്ല. പിന്നെ ഞാൻ ഒരു കോഫി മാത്രം അങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട് കുടിച്ചു. ബട്ട് കുഴപ്പമില്ല, ഫുഡ് നമ്മൾ പാഴ്സൽ ചെയ്ത് മേടിക്കും. സോ ഇനി നമുക്ക് അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും. ഇവള് പറയുന്ന കേട്ടാ തോന്നി ഇവള് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് നിൽക്കുവാണെന്ന്. അല്ലെ ഗൈസ്, ഇവള് കറണ്ട് റിസർവേഷൻ നോക്കി പോവാണ്. എങ്ങനെയാണെങ്കിലും ശരി, പക്ഷെ ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. വെൻ വാസ് യുവർ ഫസ്റ്റ് ട്രെയിനിങ് എന്ന് ചോദിച്ചാൽ അതിന്റെ ചൈൽഡ്ഹുഡിലാണ് ഗൈസ്. അതിനുശേഷം പിന്നെ ഞാൻ ട്രെയിനിൽ പോയിട്ടേ ഇല്ല. കുറേ നാൾക്ക് ശേഷം ഫസ്റ്റ് ടൈം പോവാണ്. അതുകൊണ്ട് എന്നെ അറിയാലോ, എനിക്ക് അതിന്റെ പരിപാടി എന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പോഴാണ് ഓർത്തത് ഗൈസ്, കുറേ നാളായിട്ട് ഇവള് കൂടെ കൂടിയിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് എനിക്ക് ഒന്ന് ട്രെയിനിൽ പോകാൻ പറ്റിയത്. ഒരു ഭാഗ്യേ. റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ റെയിൽവേ സ്റ്റേഷൻ ഈസ് അടിപൊളി. എനിക്ക് പെരുത്ത് ഇഷ്ടമായി. ഞങ്ങൾ ബുക്ക് ചെയ്ത ട്രെയിൻ ആക്ച്വലി ഇവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അതിന്റെ പ്ലാറ്റ്ഫോം നമ്പർ ഇവർ എന്നെ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു അവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കും ട്രെയിൻ പുറപ്പെടുന്നതിന് ഒരു ഹാഫ് ആൻ അവർ മുന്നേ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കയറാം. ഇതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. കേട്ടപ്പോ തന്നെ എന്റെ നെഞ്ചങ്ങൾ ചടപടാന്നൊക്കെ ഇരിക്കാൻ തുടങ്ങി. എങ്ങാനും ഈ ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ ഇത്രയും നാളും കനവ് കണ്ടതിന്റെ ട്രെയിൻ എങ്ങാനും വെള്ളത്തിലാവും. ഇതെന്താണ് സാധനം ഇത്? ഇവിടെ നിന്ന് വേഗം വയ്ക്കുമ്പോ അത് അവിടെ എത്തും. ഞങ്ങളുടെ ട്രെയിൻ എടുക്കാൻ ഇനി ഒരു 2 മണിക്കൂർ സമയം കൂടെ ഉണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യാ, ഈ വെയിറ്റിംഗ് ഏരിയയിൽ അങ്ങോട്ട് ഇരിക്കുക, അല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പോഴാണ് ഗൈസ് ഞാനൊരു കാര്യം അങ്ങോട്ട് ശ്രദ്ധിച്ചത്. വേണ്ട ഞാൻ പറയാതെ. അതായത് നമ്മളോട് അമ്മ എപ്പോഴും പറയും ലേസ് വാങ്ങി കഴിക്കരുത്, ചീറ്റസ് വാങ്ങി കഴിക്കരുത്. എന്നിട്ട് അമ്മ ഇപ്പം ഒരു പാക്കറ്റ് ബിങ്കോ വാങ്ങിച്ച് ഒറ്റയ്ക്ക് അങ്ങോട്ട് തിന്ന. പക്ഷെ നമ്മുടെ കയ്യിൽ വെള്ളമൊക്കെ സ്റ്റോക്ക് ഉണ്ട് ഗൈസ്. ഹലോ മൈ ഡാർലിംഗ്. യെസ് യുവർ ഓണർ. മക്കൾ എന്നാ എന്നെ പറ്റി ഒന്ന് പുകഴ്ത്തി പറഞ്ഞേ. നിന്നെപ്പറ്റി എനിക്ക് 2 പറയാനുണ്ട്. ഇവളുടെ വിചാരം ഇവളെന്തോ വലിയ സംഭവമെന്ന. നാടിനും വീടിനും ഗുണമില്ലാത്തൊരു സാധനം നമ്മുടെ വീട്ടിൽ തന്നെ ജനിച്ചല്ലോ എന്നുള്ളതുകൊണ്ട് നമ്മളൊന്ന് വളർത്തുന്നു. യു ബ്ലഡി ഇഡിയറ്റ്, ഇങ്ങനെയൊക്കെയാണ് എന്നെ പറ്റി പറയുന്നേ. അതെ, നിന്റെ നഗ്നമായ സത്യങ്ങൾ ഈ പുറം ലോകത്തോട് ഞാൻ കൂകി വിളിച്ചു പറയും. ഇവൻ എന്റെ കൂടെ ഉള്ളത് എനിക്കൊരു പണിയാവുന്നതിന് മുമ്പ് ഇവനെ വേറെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് കളയുമെന്നാണ് ഇപ്പോഴത്തെ എന്റെ ഒരു ആഗ്രഹം. അത് നടക്കില്ല മോളെ, അത് നിന്റെ മനസ്സിൽ വെച്ചാ മതി. നമുക്ക് നോക്കാം. എന്റെ അമ്മയുടെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രെയിനിൽ നിന്ന് നമുക്കൊന്നും മേടിച്ചേരിക്കണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് തന്നെ ഫുഡൊക്കെ വാങ്ങിച്ച് പാക്ക് ചെയ്ത് അകത്തൂടെ അങ്ങോട്ട് കയറി. അങ്ങനെ അവസാനം നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പറൊക്കെ കിട്ടി. പ്ലാറ്റ്ഫോം നമ്പർ 2 ആണ്. അങ്ങനെ അവളുണ്ടായിരുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചും പറക്കിയൊക്കെ അവസാനം നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ കണ്ടുപിടിച്ച് എന്നിട്ട് നമ്മൾ നേരെ ചെന്നു. എന്നിട്ട് നമ്മുടെ ട്രെയിൻ കണ്ടു ഗൈസ്. പക്ഷേ നമുക്കത് നമ്മൾ ട്രെയിനാണെന്ന് മനസ്സിലായില്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഫസ്റ്റ് ടൈം ട്രെയിനിൽ പോവുകയാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഞാനിങ്ങനെ നമ്മുടെ അടുത്ത് ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ കുറേ നാളായല്ലോ അമ്മ പോയിട്ടെന്നൊക്കെ. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അമ്മ അതുപോലെ തന്നെ ഹാപ്പിയാണ്. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ നല്ലൊരു ഹാപ്പി ജേർണി ആയിരുന്നു അത്, അല്ലേടാ? അതെ അതെ, ഈ അടുത്തൊന്നും നമ്മൾ പോയിട്ടില്ലാത്തൊരു അടിപൊളി യാത്രയായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിൻ പുറപ്പെട്ടു ഗൈസ്. കൃത്യം 12:15 നമ്മൾ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഇനി നമുക്ക് തൃശ്ശൂർ പോയിട്ട് കാണാം. ഈ ട്രെയിനിൽ പോകുമ്പോൾ നല്ല മ്യൂസിക് ഒക്കെ കേട്ട് പോയാൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അതെ അതെ, അതുകൊണ്ട് ഞാനൊരു 2 വരി കവിത അങ്ങോട്ട് പാടാം. വേണ്ട മോനെ, അതെന്തായാലും വേണ്ട. ഇവന്റെ പാട്ട് കേട്ടാല് നമുക്ക് ഈ ട്രെയിൻ ജേർണി എൻജോയ് ചെയ്യാൻ പറ്റൂല. എന്നാ എനിക്കൊന്ന് കാണാം. ഞാൻ പാടും ഗൈസ്. കരളേ കരളിന്റെ കരളേ എന്നോടൊന്നു ശരിക്കോ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. പിന്നെ ഞങ്ങൾ ഈ ട്രെയിനിൽ എന്താ പരിപാടി എന്ന് വെച്ചാല് നമ്മൾ തിന്നു ഗൈസ്. നമ്മൾ മൂക്കും മുട്ട അങ്ങോട്ട് തിന്നു. ഞാനും തിന്നു, ഇവളും തിന്നു, അമ്മയും തിന്നു. നമ്മളന്ന് തിന്നലായിരുന്നു. ആദ്യം ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ചെയ്തു. അതെ ഗൈസ്, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഞങ്ങൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത്. ബട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ കയറിയപ്പം അവിടെ വേറൊരു ഹിന്ദിക്കാരി കിടന്നുറങ്ങായിരുന്നു. പിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ താഴെ ലോവറിലിരുന്നു. അതെ അതെ, ഉച്ചയ്ക്ക് ഞങ്ങൾ പൊറോട്ടയാണ് കഴിച്ചത്. ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. എത്താ റെഡി ആയിക്കോ. ഉറക്കം വന്ന് ഉറങ്ങുന്ന കുറേ പ്രേതങ്ങൾ. ഈ ട്രെയിനിൽ ബെഡ്ഷീറ്റ് വൈറ്റ് കളർ ആണല്ലോ. എല്ലാവരും ഇത് മൂടി കിടക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പേടിയാവും ഗൈസ്. നൈറ്റൊക്കെ സത്യം പറഞ്ഞ് കാണുമ്പോൾ നമ്മൾ പേടിക്കും.
അതെ ഗൈസ്, ഞാനാണെങ്കിൽ പേടിച്ച് പണ്ടാരടങ്ങി കിഴന്നങ്ങൾ ഉറങ്ങിപ്പോയി. അങ്ങനെ ഫൈനലി വി റീച്ച് തൃശ്ശൂർ. ഏതാണ്ട് ഒരു 8 മണിക്കൂർ എടുത്തു അവിടെ നിന്ന് ഇവിടെ വരെ. നമ്മളെത്തിപ്പോയി ഗൈസ്. നമ്മൾ അങ്ങനെ തൃശ്ശൂർ എത്തി. ഇനി നമ്മൾ തൃശ്ശൂർ വന്ന് അങ്ങോട്ട് പൊളിച്ചടുക്കും. ഇനി ഫസ്റ്റ് കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആകണം. യെസ് എനിക്കിപ്പോഴും മനസ്സിലാവാത്ത നമ്മൾ എന്തിനു ഇവിടെ വന്നു. പൊട്ടാ, നമുക്കിവിടെ 1-2 ആൾക്കാരെ ഒന്ന് മീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ തൃശ്ശൂരൊക്കെ ഒന്ന് കണ്ട് അടിച്ചു പൊളിച്ചു പോകണം, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മള് നമ്മുടെ ലോഡ്ജിൽ എത്തി ഗൈസ്. ഇതാണ് നമ്മൾ എടുത്ത റൂം. കാരണം നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കിടക്കണമല്ലോ. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ഒന്ന് സമാധാനമായി. ഞാൻ നമ്മുടെ റൂം ഒന്ന് കാണിച്ചു തരാം ഗൈസ്. നല്ല അടിപൊളി, ഒരു അത്യാവശ്യം നമുക്ക് ഉറങ്ങാനൊക്കെ പറ്റിയൊരു സ്ഥലം, അത്രേ ഉള്ളൂ. നമ്മൾ എവിടെ പോയാലും ആദ്യം നോക്കുന്ന സംഭവം നമുക്ക് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്നാണ്. അത്യാവശ്യം വൃത്തിയൊക്കെയുള്ള, അധികം പൈസയൊന്നും ആകാത്ത ഒരു സ്ഥലം. എന്തായാലും ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. ഇത് വന്നിട്ട് നമ്മൾ തൃശ്ശൂർ ബസ് സ്റ്റോപ്പ് ഇറങ്ങും, വടക്കേ സ്റ്റാൻഡ് എന്ന് പറയും. അതിന് തൊട്ടടുത്തുള്ള ഒരു ലോഡ്ജാട്ടോ. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇൻ കേസ് എപ്പോഴെങ്കിലും ഞാൻ ഇതിൻ്റെ ബോർഡ് കാണിക്കുന്ന ടൈമിൽ പറയാം. എല്ലാവരും പറയും നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് റൂം എടുത്തിട്ട് വിൻഡോ സൈഡൊക്കെ ഒന്ന് തുറക്കുമ്പോൾ ഭയങ്കര വ്യൂ ആയിരിക്കുമെന്ന്. അഫ്കോഴ്സ് ഗൈസ്, ഇവിടെയും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അതെ ഗൈസ്, ഇവിടെ നല്ല അടിപൊളി സൂപ്പർ സുന്ദരമായിരുന്നു ഈ സ്ഥലം. കാണാൻ തന്നെ കണ്ണിനൊരു കുളിർമയായിരുന്നു. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നെഹ്റു പാർക്ക് ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വന്നല്ലേ, അപ്പം ആ പാർക്കൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അമ്മയും കൂടി ഇങ്ങനെ റെഡി ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഇവളുടെ കാര്യം ഇതാണ് ഗൈസ്. നമ്മൾ അവിടെ പോയാലും ഫോണും എടുത്തൊരു സെൽഫി പരിപാടി തന്നെ. നമ്മളുടെ സെൽഫി കൊണ്ട് ഫോണും വീഡിയോ ഒക്കെ അങ്ങോട്ട് നിറഞ്ഞു. ഞാനൊന്ന് റെഡിയായിട്ട് എൻ്റെ ഫേസ് കൊള്ളാവോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നതാണ്. ദാണ്ടെ വീണ്ടും പെണ്ണാണെങ്കിൽ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ ഫോൺ താഴെ വെക്കത്തില്ല. പക്ഷെ ഞാൻ എങ്ങനല്ല ഗൈസ്, ഞാൻ സിമ്പിളാണ്. എന്റെ കർണവുമാരെ തന്ന കോലവും ഭംഗിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഉറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇവൾ എന്റെ തലയിൽ റബ്ബറും പൂവും കായും ഒക്കെ വെച്ച് കെട്ടിത്തരി. എന്തിനാന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങി. എന്നാലും ഞാൻ എൻ്റെ ബാഗ് എടുത്തു ഗൈസ്. കാരണം ഇപ്പം നമ്മൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും കാണുവാണെങ്കിൽ മേടിച്ച് ബാഗിലിട്ടാൽ സേഫായിട്ട് കൊണ്ടുവരാമല്ലോ. അതാണ് ഗൈസ്, ഇവൾ എവിടെ പോയാലും വിക്രമാതി തന്നെ വേനാളും പോണ കണക്ക് ഇവളുടെ ബാഗും എടുത്തന്നെ. അത് ശരിയാണ് ഗൈസ്. കാരണം ഞാൻ എവിടെ പോയാലും ഒരു സ്ലിംഗ് ബാഗെങ്കിലും എടുക്കും. കാരണം എനിക്ക് ഈ സാധനങ്ങൾ ഇങ്ങനെ കൈ പിടിച്ചോണ്ട് നടക്കുന്ന അത്ര ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ മന്ദം അങ്ങോട്ട് നടന്നു തുടങ്ങി. ഇനി നമ്മുടെ നേരെ ലക്ഷ്യം നെഹ്റു പാർക്ക്, അത്രേ ഉള്ളൂ. രാത്രിയിലും ഞാൻ കണ്ട തൃശ്ശൂർ വാസ് റിയലി വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ലൈറ്റും ആ വഴികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ആ ബ്യൂട്ടിനെസ് ഞാൻ എൻ്റെ ക്യാമറയിലേക്ക് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അതെ ഗൈസ്, എനിക്കും തൃശ്ശൂർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത ആൾക്കാരും കൊള്ളാം, നല്ല ഭംഗിയൊക്കെ ഉള്ള സമാധാനമുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. സത്യം പറഞ്ഞ ഇപ്പോൾ സമ്മറല്ലേ, ബട്ട് എന്താണെന്നറിയില്ല, എനിക്ക് തൃശ്ശൂർ വന്നിട്ട് ഭയങ്കരമായിട്ട് ആ കാറ്റൊക്കെ ഭയങ്കര നല്ല തണുപ്പായിട്ടൊക്കെ തോന്നി. ആക്ച്വലി ഐ ഡോണ്ട് നോ വൈ, പക്ഷെ എനിക്ക് ശരിക്കും നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു ഇവിടെ വന്നിട്ട്. എനിക്ക് ഭയങ്കര കാംഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. ഇനി ഞാൻ വന്ന ഏരിയ അങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അതെ അങ്ങനെ നമ്മൾ മന്ദം നടന്ന് അവസാനം നമ്മൾ പാർക്കിനോട് കണ്ടുപിടിച്ചു. രാത്രിയിലത്തെ വൈബൊക്കെ വേറൊരു ലെവൽ. എനിക്കൊന്ന് കേറി അകത്തങ്ങൾ ഓടിച്ചാടി ഞങ്ങൾ മരിച്ചാ മതിയെന്ന് തോന്നി. ഈ പാർക്കിൽ വന്നിട്ട് ഞാൻ ടിക്കറ്റ്സ് ഏരിയയൊക്കെ നോക്കിയിട്ട് അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലായിരുന്നു. യു നോ ഗൈസ്, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഞാൻ രാത്രിയിൽ ഒരു പാർക്കിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്. എൻ്റെ ലൈഫിൽ ഇതുവരെയ്ക്കും ഞാൻ അങ്ങനെ നൈറ്റ് ടൈം പാർക്കിൽ സ്പെൻഡ് ചെയ്തിട്ടില്ല. ബട്ട് ഇത് അടിപൊളി, ഒരു ശരിക്കും വേറൊരു ഫീലായിരുന്നു. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ എൻ്റെ മൈൻഡ് ഭയങ്കര പീസ്ഫുൾ ഹാപ്പി മൈൻഡായിരുന്നു. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല, മൊത്തത്തിൽ എനിക്ക് നല്ലൊരു വൈബായിരുന്നു ഇവിടെ വന്നിട്ട്. എനിക്കും അങ്ങോട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. മൊത്തം ഒരു പച്ചപ്പ് മയം, നല്ല അടിപൊളി ലൈറ്റിങ്ങും അവിടെ ഇവിടെ ഒക്കെ മൊത്തം നല്ല കുഞ്ഞു പീക്കിരിപ്പില്ലായിരുന്നു. എല്ലാം കൊണ്ട് നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു. ഞാനിനി നിങ്ങൾക്ക് ബ്യൂട്ടി ഓഫ് നെഹ്റു പാർക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ എവിടെ പോയാലും ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇങ്ങനെ കുറേ നല്ല ബ്യൂട്ടിനെസ് അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് കാമാക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു നേച്ചർ ഫ്രണ്ട്ലി സംഭവമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ക്യാമറ എടുത്തിട്ട് ഇതുപോലെ ഞാനിങ്ങനെ ക്യാപ്ചർ ചെയ്യും. പയൻ വല്ലതും വരും. എനിക്ക് മരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഓ പിന്നെ വീട്ടിൽ അമ്മ ഒരു കുഞ്ഞു ചെടി വെച്ചാ വെള്ളം ഒഴിക്കാത്തവളാ. അത് ശരിയാണ് ഗൈസ്, കാരണം എനിക്ക് ചെടികളെ പരിപാലിക്കാൻ അറിയില്ല. അങ്ങനെയല്ലേ പിന്നെ ഞാൻ ഇവിടെ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മരങ്ങൾക്കൊക്കെ ഞാൻ തന്നെ അങ്ങോട്ട് പേരിട്ടു. ഇത് കല്യാണി, ഇത് കുഞ്ഞുട്ടി, ഇത് സുബ്രഹ്മണി,
ഇത് വേലായുധൻ. ഇവനങ്ങോട്ട് വളർന്ന് പന്തരിച്ച് നിക്ക. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ പാർക്ക് ഇഷ്ടപ്പെട്ട, മമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട. കണ്ട മാത്രമല്ല ഒരു നല്ലൊരു തണുപ്പും അങ്ങനെയൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളി. പിന്നെ ഇവിടെയുള്ള വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കുറെ സ്റ്റാച്യൂസ് ഉണ്ട്. സോ ബ്യൂട്ടിഫുൾ. നമുക്ക് കുറെ നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ പറ്റിയൊരു ഇടാണ് കേട്ടോ. ആരെങ്കിലും തൃശ്ശൂർ വരുന്നുണ്ടെങ്കിൽ എന്തായാലും നെഹ്റു പാർക്ക് വരണം. നല്ല അടിപൊളി സ്ഥലമാണ്. ഇങ്ങോട്ടൊന്ന് നോക്കി. ഞങ്ങളുടെ അമ്മ തന്നെ കണ്ടില്ലേ, ഫോൺ എടുത്ത് അങ്ങോട്ട് ഫോട്ടോയാണ്. അവളിത് എങ്ങോട്ട് പോകണം? ഇവിടെ കുറച്ച് വെട്ടമുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ഇതിലേക്ക് കാണാൻ പറ്റും. ഇപ്പൊ എനിക്ക് പിടികിട്ടി. ഇവള് ക്യാമറയും കൊണ്ട് ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട് നോക്കി ഓടുകയാണ്. ഈ മരത്തിന്മേലാണ് ഇങ്ങോട്ട് ഫോട്ടോ എടുത്ത് മരിക്കാൻ പോണത്. ഇത്ര നല്ലൊരു അടിപൊളി സ്ഥലം കിട്ടിയിട്ട് ആരെങ്കിലും ഫോട്ടോ എടുക്കാണ്ടിരിക്കൂ? ആ പറഞ്ഞത് പോയിന്റ് എനിക്കും കിട്ടി. ഒരു 2-3 കിണ്ണം കാച്ചിയ ഫോട്ടോസ്. വാ നമുക്ക് കരിക്കുടിക്കാൻ പോവാം. അങ്ങനെ നമ്മൾ ഒരു തുള്ളിച്ചാടി കരിക്കുടിക്കാൻ പോയി. പക്ഷെ ഞാൻ പെട്ടു ഗൈസ്. കാരണം ഈ കരിക്കിനകത്ത് ഈ കൊഴുത്ത് തരുമ്പോ എനിക്കത് കുടിക്കാൻ അറിഞ്ഞുകൂടാ. ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് എങ്ങാനും ഒഴിച്ചു തന്നെങ്കിൽ ഞാൻ മാക്ക് നക്കി ഇങ്ങനെ കുടിച്ചേനെ. പക്ഷെ ഞാൻ കുടിച്ചു ഗൈസ്. നല്ല ഇളനീര്, നല്ല അടിപൊളി കരിക്കൻ വെള്ളം. കുടിക്കുമ്പോ തന്നെ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം വെള്ളമൊക്കെ ദാഹിച്ച് പണ്ടാരടങ്ങി നിൽക്കുമായിരുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കൽ. രണ്ടും കൂടിയുണ്ട് കഴിക്കുന്ന ഈ പാവപ്പറ്റി എന്നെ ഊർക്ക. അങ്ങനെ നമ്മളൊന്നും വേസ്റ്റ് ആക്കില്ല. തോണ്ടിപ്പറിക്കുകയാണെങ്കിൽ എല്ലാം നമ്മൾ കഴിച്ചു. എന്നിട്ട് നേരെ ഞാൻ നോക്കിയപ്പോ കുറേ കമ്മൽ കളക്ഷൻസ്. തീർന്നു. ഇന്ന് നമ്മുടെ കാശ് മുഴുവൻ അവിടെ തീർക്കും. ബട്ട് ഞാൻ ആകെ ഒരെണ്ണേ മേടിച്ചോളൂ. കാരണം എനിക്കത് മാത്രമേ ഇഷ്ടമായുള്ളൂ. രക്ഷപ്പെട്ടു. എന്താ ദൈവമേ, ഇതെന്നതായി കാണുന്നേ? ദിസ് ഈസ് മൈ ഫേവറേറ്റ് തിങ്സ്. എനിക്ക് ഉപ്പിലിട്ട ഐറ്റംസ് എന്ന് വെച്ചാൽ എന്റെ ജീവനാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറെ മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നങ്ങോട്ട് കഴിച്ചു. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഓപ്പോസിറ്റ് ഞാനൊരു സംഭവം കണ്ടത്. പിന്നെ നമ്മൾ അവിടെ അങ്ങോട്ട് ഇരുന്നു. കാരണം വേറൊരു വൈബായിരുന്നു. റെയിലും മതയിലും അവിടെ ഇവിടെയും ഒക്കെ നമ്മുടെ ആൾക്കാരാ. എല്ലാം കൂടി ക്രിക്കറ്റ് ഭ്രാന്തന്മാര്. പിന്നെ നമ്മളും ആ ഒരു ടൈപ്പാണ്. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന മാച്ച് ഫുൾ അങ്ങോട്ട് കണ്ടു. ഇങ്ങനെ കാണാണ്ടിരിക്കും അമ്മാരൊരു മാച്ച് അല്ലായിരുന്നു. ഇതാണ് നമ്മൾ റൂം എടുത്ത ലോഡ്ജ്. രാജ്മഹൽ എന്നാണ് കേട്ടോ എന്റെ പേര്. അങ്ങനെ രാവിലെ ആയി ഗൈസ്. ഗുഡ് മോർണിംഗ്. എന്നാ പിന്നെ ലെറ്റ്സ് ഡു ഫിറ്റ് ചെക്ക്. അതായത് വസ്ത്ര പരിശോധന. വേറെ ഒന്നുമില്ല. നന്നായിട്ടൊന്ന് ഒരുങ്ങിക്കഴിഞ്ഞാൽ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കറക്ക്. ഇനിയിപ്പൊ പാട്ട് വേണമായിരിക്കും. ഞാൻ തന്നെ പാടാം. ബീരാറും റഹ്മാനും ഉല്ലാസയാത്രയ്ക്ക് പോയി കത്തിക്കുടുങ്ങി പോയ ഹാലി തീർന്നു പണ്ടാരം. അങ്ങനെ നമ്മള് റൂമിനൊരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ വെക്കേറ്റ് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങി. ഇനി നമുക്ക് നേരെ 1-2 സ്ഥലത്തൊക്കെ പോകണം. അപ്പം അവിടേക്ക് ഒന്ന് പോയിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുക. ഉച്ചയ്ക്കുള്ള ട്രെയിനിൽ എത്രയും വേഗം വീട്ടിലെത്താം. കാരണം ഒരു 8 മണിക്കൂർ നമുക്ക് തിരിച്ചതേപോലെ തന്നെ ട്രാവൽ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ വിട്ട് പറയാണ് ഗൈസ് നമ്മുടെ റൂമിനോട്. പിന്നെ കുറച്ച് നിമിഷങ്ങൾക്കകം നമ്മൾ പ്രിയപ്പെട്ട തൃശ്ശൂരിനോടും നമുക്കൊരു ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകണം. ആദ്യം നേരെ പോയിട്ട് നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പൊ നമ്മളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ ബസ് പിടിച്ചു. കാരണം നമുക്ക് 1-2 സ്ഥലത്ത് പോകാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. 1-2 പേര് കാണാനുണ്ട്. അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങളൊരു ഓട്ടോയിൽ കയറി. അപ്പോഴാണ് ഞാൻ ഒരു 3 പേരെ ഞാൻ കണ്ടത്. അത് വേറെ ആരുമില്ല ഗൈസ്. ഈ കണ്ടില്ല മിണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു 3 പേരില്ലേ, ഇവരെ നല്ല ചുരുവൻ ചെക്കന്മാര്. പക്ഷെ എനിക്കെന്തോ ഈ 3 എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്പോട്ട് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയൊരു സ്ഥലമാണ് മിനി ഹെറിറ്റേജ്. അടിപൊളി ഒരു സെറ്റ് സ്ഥലം ഗൈസ്. ഇവിടുത്തെ ആ ലൈറ്റിങ്ങും പിന്നെ ആംബിയൻസ്, ആ ഒരു കളറും അതൊക്കെ എന്നെ ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിരുന്നു എന്നറിയാവും. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങള് ഊണ് തന്നെ കഴിക്കാന്ന് വെച്ചു. കാരണം തൃശ്ശൂരിന്റെ കറികളുടെയൊക്കെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഊണാണ് ഓർഡർ ചെയ്തത്. ഈ ഒരു റെസ്റ്റോറൻറ്റിന്റെ ഒരു ഫുൾ വ്യൂ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇവിടെ വരാൻ തോന്നില്ല. അത്ര അടിപൊളിയല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എപ്പോഴെങ്കിലും ആരെങ്കിലും തൃശ്ശൂർക്ക് വരികയാണെങ്കിൽ നമ്മുടെ വടക്കേ സ്റ്റാൻഡ് അങ്ങനെ തൊട്ട് മുകളിലേക്കായിട്ടാണ് ഈ മിനി ഹെറിറ്റേജ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇവിടുത്തെ ഫുഡാണെങ്കിൽ ഒരു രക്ഷയില്ല. ഞങ്ങൾ മീൻകറിയും കഴിച്ചു നോക്കി. പിന്നെ ഞങ്ങൾ കൂന്തൽ, നമ്മുടെ കണവ ഫ്രൈ കഴിച്ചു നോക്കി. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എപ്പോഴെങ്കിലും വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
മാത്രമല്ല ഗേസ്, ഇവളെ മാതിരി ഫോട്ടോ ഭ്രാന്തന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ പറ്റിയ സ്പോട്ട് അടക്കാം. ഇവിടെ ഫോട്ടോ എടുക്കാൻ നല്ല നല്ല സ്പോട്ടുകളുണ്ട്. എവിടെയാണെങ്കിലും നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ അവിടുത്തെ നേരെ ഓട്ടോ പിടിച്ചു, കാരണം നമ്മുടെ ട്രെയിനിൻ്റെ സമയമായി. നമുക്ക് എത്രയും പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അതുവഴി പാസ് ചെയ്ത് പോകുമ്പോഴാണ് ഞാൻ ശരിക്കും നമ്മുടെ ഹോട്ടലിൻ്റെ ആ പേര് കണ്ടത്. ഞാൻ കാണിച്ചു തരാം. എനിക്ക് എത്രയും പെട്ടെന്ന് അന്ന് നാട്ടിലെത്തണം. ഞാൻ ക്ഷീണിച്ചു ഗൈസ്, നന്നായിട്ട് ക്ഷീണിച്ചു. നല്ല ടയേർഡാണ്. അതാണ് നമ്മുടെ ഹോട്ടൽ ബിനി ഹെറിറ്റേജ്. എല്ലാവരും ഹോട്ടലിലും. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ട്രെയിനൊക്കെ പിടിച്ച നാട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.